നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നിങ്ങള് സർപ്പക്കാവില് തൊഴുന്നില്ലേ? ആ തൊഴുതല്ലോ. ആണോ? അല്ല, എന്തായി തന്ത്രിയോട് സംസാരിച്ചോ? ആ സംസാരിച്ചു. കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഇവരുടെ പേരിൽ വഴിപാടുകളൊന്നും നടത്തണ്ടെന്നാ അദ്ദേഹം പറഞ്ഞത്. അതെന്താ അങ്ങനെ? 1 വയസ്സ് കഴിഞ്ഞിട്ട് മതി കുട്ടികളുടെ പേരിൽ എന്തെങ്കിലും നടത്തുന്നേന്നാ അദ്ദേഹം പറഞ്ഞത്. അപ്പോ ജാതകത്തിന്റെ കാര്യം അതൊക്കെ സമയമാകുമ്പോ അദ്ദേഹം ചെയ്തുതരാൻ നേരിട്ടുണ്ട്. എല്ലാരും തൊഴുതു കഴിഞ്ഞോ? ഇപ്പൊ തൊഴുതിറങ്ങിയതേ ഉള്ളൂ. ഇന്നല്ലേ ഇവരുടെ ചോറൂണ് ചടങ്ങ്? അതെ, ചടങ്ങിന് മുമ്പ് ഞങ്ങൾ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാ. ആയിക്കോട്ടെ, ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി എന്നാ. സച്ചിത ഓ ഓ ഓ ഓ ഓ ഓ അർച്ചന, കാണുന്നത് കയറാത്തെ? ഒന്നുമില്ല, ഇവിടെ ആരോ പോയതുപോലെ തോന്നി. എന്താ എന്തു പറ്റി? ചേച്ചി അവിടെ ആരെയോ കണ്ടെന്ന്. ആരെ? എനിക്ക് നമ്മുടെ ഡ്രൈവർ ശിവരാമനെ പോലെ തോന്നി. എന്നിട്ട് എവിടെ കാണാനില്ലല്ലോ. ചേച്ചിക്ക് തോന്നിയതായിരിക്കും. ഇവിടെ എങ്ങും ആരുമില്ല. എനിക്ക് തോന്നിയതായിരിക്കും. ശിവരാമൻ വന്ന എപ്പോഴെങ്കിലും ഈ കുഞ്ഞിനെ കൊണ്ടുപോകുമെന്നുള്ള ഭയം തന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇനി ആര് വന്നാലും നമ്മൾ ഈ കുഞ്ഞിനെ ആർക്കും തിരിച്ചു കൊടുക്കേണ്ട ഒരാവശ്യവുമില്ല. നിയമപരമായി തന്നെ നമ്മളിവളെ അഡോപ്റ്റ് ചെയ്തതാണ്. ഇവള് നമ്മുടെ മകളാണ്. വാ പോവാ. ഇന്നാണ് എൻ്റെ കുഞ്ഞിൻ്റെ ചോറൂണ്. എനിക്കും ആ ചടങ്ങൊന്ന് കാണണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.